കാസർഗോഡ് എരഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു എന്ന ദാരുണമായ വാർത്തയാണ് വരുന്നത്. ഒരാളെ കാണാതായിരിക്കുന്നു. സഹോദരങ്ങളുടെ മക്കളാണ് 3 പേരും. ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു അപകടം. അർച്ചന രവീന്ദ്രൻ ചേരുന്ന വിശദാംശങ്ങളുമായി. അർച്ചന, അവധിക്കാലമാണ്. ഇവർ കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങിപ്പോയതാണോ? എന്താണ് വിവരങ്ങൾ? വിനീത അതേ പറഞ്ഞതുപോലെ അവധിക്കാലമാണ്. അവധിക്കാലം വെക്കേഷൻ ആഘോഷിക്കാൻ, നാട്ടിലേക്ക് ആഘോഷിക്കാൻ വന്ന ഒരു കുട്ടിയടക്കമുള്ള 3 പേരടങ്ങുന്ന സംഘമാണ് ഇന്ന് ഉച്ചയോടുകൂടി അപകടത്തിൽപ്പെട്ടത്. ഇന്ന് ഏകദേശം 1:30 മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത്. റിയാസ് സിദ്ദിഖ്, യാസിൻ അഷ്റഫ്, അതുപോലെ സമദ് മജീദ് എന്ന കുട്ടികളാണ് ഇന്ന് ഉച്ചയോടുകൂടി മുങ്ങിയത്. ഇതിൽ 2 പേരുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ യാസിൻ അഷ്റഫിൻ്റെയും അതുപോലെ റിയാസ് സിദ്ദിഖിൻ്റെയും മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ റിയാസ് സിദ്ദിഖിന്റെ മൃതദേഹം നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് റിയാസ് സിദ്ദിഖിന്റെ മൃതദേഹം കൂടെ കണ്ടെത്തിയത്. ഈ പാലത്തിനടിയിൽ, അതായത് ഈ ഒരു പുഴയുടെ മധ്യഭാഗത്തായി ഒരു പാലമുണ്ട്. ഈ പാലത്തിനടിയിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള അപകടം സംഭവിക്കുന്നത്. കുട്ടികൾ കുളിക്കാൻ ഇറങ്ങിയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കുട്ടിയുടെ കൂടെ, അതായത് നേരത്തെ ആദ്യം മരിച്ച കുട്ടിയുടെ കൂടെ കുട്ടിയുടെ ഉമ്മയടക്കം ഉണ്ടായിരുന്നു. ഈ ഉമ്മയാണ് കുട്ടിയെ ഈ ഒരു കുളത്തിനിറങ്ങിൽ ഈ ഒരു പുഴയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുത്തത്. അപ്പോഴത്തേക്ക് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക്, ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനാകാത്തൊരു സാഹചര്യം തന്നെയാണ്. ഈ നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. ഒരുപാട് അഗ്നിരക്ഷാ സേനാംഗങ്ങളും സ്കൂബ ഡൈവേഴ്സും അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ രണ്ട് മണിക്കൂറായപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 2 ഘട്ടങ്ങളായി അല്ലെങ്കിൽ 2 പ്രദേശങ്ങളായാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും തെരച്ചിൽ നടക്കുന്നു, അതുപോലെ തന്നെ സ്കൂബ അഗ്നിരക്ഷാ സേനാംഗങ്ങളുടെ ഭാഗത്തു നിന്നും തെരച്ചിൽ നടക്കുന്നു. ഇപ്പോൾ മറ്റുള്ള അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മൃതദേഹത്തിന് വേണ്ടി ഒരു കുട്ടിയുടെ കണ്ടെത്താൻ, അല്ലെങ്കിൽ ഈ ഒരു ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അപകട സമയത്ത് അല്ലെങ്കിൽ ആ ഒരു തെരച്ചിലിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. ചേട്ടാ, എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയായിരുന്നു? അടിത്തട്ടിൽ അടി നല്ല ഒഴുക്കാണ്. ഇതിൻ്റെ മുകളിൽ കാണുന്ന പോലെ, മുകളിൽ ഇപ്പോൾ ഒഴുക്കൊന്നും അങ്ങനെ കാണാനില്ല. അടി നല്ല ഒഴുക്കാണ്. ഈ പ്രദേശത്തിൽ ഈ സൈഡിൽ തന്നെ താമസിക്കുന്ന വീട്ടുകാരാണത്. ഇതിൽ ഈ പൊഴിയായിട്ട് നല്ല ബന്ധങ്ങളുള്ള ആളാണ്. അപ്പോൾ അറിയാത്ത ഒരാളല്ല. ഈ മഞ്ചേശ്വരത്ത് താമസിക്കുന്ന കുട്ടി മാത്രമേ ഈ പൊഴിയായിട്ട് വലിയൊരു ബന്ധമില്ല. കാരണം അമ്മ ഇവിടെ അതെങ്കിലും എപ്പോഴും വല്ലപ്പോഴും സഹോദരങ്ങളുടെ മക്കൾ തന്നെയാണ്. അതെ, 2 സഹോദരങ്ങളും ഒരു പെങ്ങളും അവരാണ്. ഈ മജീദ്, അഷറഫ്, റംല, ഇവര് സഹോദരന്മാരാണ്. ഇതിലിപ്പോ അടിത്തട്ടിൽ നല്ല ഒഴുക്കുണ്ട് എന്ന് തോന്നുന്നു. ഇതിന് മുന്നേ അങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇത് തോണി അപകടം സംഭവിച്ചത് പണ്ട് 5 പേര് മരിച്ചത് ഇതേ സ്ഥലത്ത് തന്നെയാണ്. അന്ന് തോണി കടവായിരുന്നു. പാലം വരുന്നതിന് മുമ്പിട്ട് അത് 5 പേര് മരിച്ചിരുന്നു. 1984 ആ അപകടം നടന്നതിന് ശേഷം ഇവിടെ ഒരു അപകടം, പിന്നെ ഇങ്ങനെ മരണമായിട്ട് ബന്ധപ്പെട്ട ഒരു അപകടം ഇവിടെ നടന്നിട്ടില്ല. ശേഷം മരിച്ചിട്ടുണ്ട്. പുഴയിൽ കുളിക്കുമ്പോൾ തന്നെ നമ്മൾ കാതറിച്ചാൻ്റെ മരുവനറ്റ അല്ലല്ല ഈടെ കുട്ടി മരിച്ചിട്ട്. എന്നാലും ഇവർ പറയുന്നത് പോലെ ഇതിന് മുന്നേ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സമീപകാലത്തൊന്നും അപകടങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യമില്ല. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പുഴയെക്കുറിച്ചും അവിടുത്തെ സാഹചര്യങ്ങളെ കുറിച്ചും അറിയാത്തത്, അല്ലെങ്കിൽ അതിന്റെ ആഴമൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് കൂടിയാകാം അപകട കാരണമായതല്ലേ? വിനീത പറഞ്ഞതുപോലെ അതിൻ്റെ ആഴം വ്യക്തമായി മനസ്സിലാകാൻ പറ്റാത്തൊരു സാഹചര്യം കൊണ്ട് തന്നെ ആകാം ഇത്തരത്തിലുള്ള അപകട കാരണം. കാരണം അതിൽ ആദ്യം മരിച്ച കുട്ടി ഈ ഒരു സ്വദേശിയല്ല, മഞ്ചേശ്വരം സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഈ ഒരു പുഴയുടെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പുഴയുടെ വെള്ളത്തിൻ്റെ വിസ്തൃതിയെ പറ്റിയിട്ടോ ഒന്നും അറിവുണ്ടാവില്ല. ആ സാഹചര്യം കൊണ്ട് തന്നെ എത്രത്തോളം ചെളിയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഈ നാട്ടുകാർ പറയുന്ന പോലെ താഴെയൊക്കെ ഈ ഒരു പുഴയുടെ താഴെയൊക്കെ നല്ല പാറക്കെട്ടുകളാണ്, ചെളിയാണ് എന്ന കാര്യം നാട്ടുകാർ പറയുന്നുണ്ട്. അതൊന്നും ആ കുട്ടിക്ക് അടക്കമുള്ള, അല്ലെങ്കിൽ മറ്റ് 2 കുട്ടികളും 13 വയസ്സുള്ള കുട്ടികളാണ്. വേണ്ടത്ര അറിവോ പ്രായമോ ഇല്ലാത്ത കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് അറിയാത്തൊരു സാഹചര്യം കൊണ്ട് തന്നെയാകാം ഇത്തരത്തിലുള്ള അപകടം സംഭവിച്ചതും. ഇതിൽ ആദ്യം മരിച്ച കുട്ടി 17 വയസ്സും മറ്റ് 2 കുട്ടികൾ 13 വയസ്സുള്ള കുട്ടികളുമാണ്. എന്തായാലും ഇപ്പോൾ 2 പേരുടെ മൃതദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. വിനീത.